ഹലോ ഹലോ ഗൈസ്, ഇന്ന് വന്നേക്കുന്ന കുറച്ച് ഗളി ടോക്കുമായിട്ടാണ്. ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഒരു പീരീഡ്സ് റൊട്ടീനിൽ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ പേട് വെച്ചിട്ട് ചൊറിച്ചില്, പിന്നെ അവിടേക്ക് എനിക്ക് അടരുന്ന പോലെ അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. കാര്യം കുറേ നനഞ്ഞ് കുമ്മി അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നും. അതിൽ നിന്നൊക്കെ കുറച്ച് മോചനം കിട്ടാനായിട്ട് പല ഇനി ഉപയോഗിക്കാത്ത നാപ്കിൻസ് ഇല്ലെന്ന് തോന്നുന്നു. കാര്യം പല ബ്രാൻഡ് ഉപയോഗിച്ചു. അതിൽ കുറച്ചൊക്കെ എനിക്ക് ഭേദം ഇച്ചിരി നല്ലതെന്ന് തോന്നിയിട്ടുള്ളത് എനിക്ക് സോഫി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അതിലും നല്ല അടിപൊളി ഒരു സാധനമാണ് ഞാൻ ഇന്ന് മേടിച്ചേക്കുന്നത്. ആക്രമണ കാരണം പൊട്ടിച്ചിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇതെന്ന് പറയുമ്പോൾ ന്യൂവയുടെ സാനിറ്ററി നാപ്കിനാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. കാണിച്ചേട്ടെ. സംഭവമൊക്കെ ഞാൻ പൊട്ടിച്ച് പപ്പടമാക്കി. കുറച്ചധികം ഞാൻ മേടിച്ചെന്ന് വെച്ചാൽ 2 പെട്ടി, 2 ബോക്സ്. ഞാൻ എൻ്റെ നാപ്കിൻസ് ഓർഡർ ചെയ്തു. ഇതില് ഒരു പെട്ടിക്കകത്ത് എത്ര എണ്ണം ഉണ്ട്? 12 സംഭവമുണ്ട്. പാഡുകൾ 12 എണ്ണം ഉണ്ട്. ഇതിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ ഇതില് എഴുതിയിട്ടുണ്ടാവും എക്സൽ പ്ലസ്, ലാർജ്. ഇതില് എക്സൽ പ്ലസിലാണെന്നുണ്ടെങ്കിൽ ഹെവി ഫ്ലോ, അത്. പിന്നെ പിങ്ക് ആണെങ്കിൽ വന്നിട്ട് മീഡിയം ഫ്ലോ, ലൈറ്റ് ഫ്ലോ. അപ്പൊ ആ ഓരോരോ രീതിക്ക് കളറൊക്കെ കൊടുത്തത് നമുക്ക് ഏത് രീതിക്ക് ആണ് നമുക്ക് ബ്ലീഡിങ് ഉള്ളത് ആ രീതിക്ക് നമുക്കത് യൂസ് ആക്കാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് ഈ വൈറ്റ് കളറ് ലാർജ് ലൈറ്റ് ഫ്ലോ. അപ്പൊ നമുക്ക് ലൈറ്റ് ഫ്ലോ ഉള്ളത് നോക്കാം. പാക്കേജിങ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഗൈസ്. എനിക്കറിയാം. ലൈറ്റ് ഫ്ലോ ഒക്കെ ആകുമ്പോൾ നല്ല കോട്ടൺ ആണ്, നല്ല സോഫ്റ്റ് ആണ് ഗൈസ്. നോക്കൂ, ഇതാണ് ലൈറ്റ് ഫ്ലോ ഒക്കെയുള്ളത്. പിന്നെ നമുക്ക് പേപ്പറൊന്നും തപ്പി നടക്കണ്ട. പാഡൊക്കെ ഉപയോഗിച്ച ശേഷം നമുക്കത് കളയാനായിട്ട് ഇതിനൊക്കെ തന്നെ നമുക്ക് സെക്യൂർ ചെയ്ത് വെച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കളയണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് ഉപേക്ഷിക്കണമെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് എക്സൽ പ്ലസ് നോക്കാം. എക്സൽ പ്ലസ് ആണ് ഈ കളറ്. നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഇതില് ഒരു പാക്കിൽ 12 എണ്ണം ഉണ്ടെങ്കിൽ നമുക്കൊരു 4 എക്സൽ പ്ലസ് ആണെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ 4 നമുക്ക് ലാർജ് കൊടുക്കാം. അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും. കാരണം നമുക്ക് അത്രയ്ക്ക് ബ്ലീഡിങ് ഇല്ലെങ്കിൽ നമുക്ക് ആ രീതിക്ക് എടുക്കാം. അതാണ് സംഭവം. അപ്പൊ എക്സൽ പ്ലസിൽ വന്നിട്ട് ഇതിങ്ങനെയാണ് ഗൈസ്. ഈ 2 ഭാഗം കൂടി ഇളക്കുമ്പോഴത്തേക്കും നമ്മുടെ പാൻറ്റീസിനൊട്ടിരിക്കുമ്പോൾ ബാക്കിൽ കൊട്ടൊന്നും അങ്ങനെ ആവത്തും അങ്ങനെയൊന്നുമില്ല. ഇത് വെച്ചെന്ന് പോലും അറിയത്തില്ല ഗൈസ്. ഇത് സത്യം 2-3 ഞാൻ എടുത്ത് ഉപയോഗിച്ചു. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ശാപമാണെന്ന് തോന്നുന്നു. ഞാൻ എന്ന് പേടികൾ മേടിക്കുമോ അന്ന് എനിക്ക് ആയിരിക്കും. പിന്നെ ഈ കവറിനകത്ത് ഇങ്ങനെ പീൽ ചെയ്തിട്ട് ഇവിടെ കുറച്ച് ഗമ്മുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ അടച്ച് സെക്യൂർ ചെയ്ത് എവിടെയെങ്കിലും കളയാം, അങ്ങനെയൊക്കെ പറ്റും കേട്ടോ. ഇനി നമുക്ക് കാണാനുള്ള ഏതായിരുന്നു? എക്സൽ ആണ് ഈ ഒരു പിങ്ക് ഷെയ്ഡ്. എക്സൽ വന്നിട്ട് ഇത്രയുള്ളൂ. ഇനി വന്നിട്ട് ഞാൻ മേടിച്ചത് ടാംപോൺസ് മേടിച്ചിട്ടുണ്ട്. ടാംപോൺസ് എന്ന് വെച്ചാൽ കാണിച്ചുതരാം. ഇതാണ് സംഭവം. ഇത് നമുക്ക് മെൻസ്ട്രൽ കപ്പ് അതൊക്കെ പോലെ യൂസ് ആക്കുന്ന ഒരു സംഭവമാണ്. ഇത് നമ്മുടെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഡ്രസ്സിലാവുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ മെൻസ്ട്രൽ കപ്പൊക്കെ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ബ്ലഡ് കാണുമ്പോൾ നമുക്ക് ഒരു ഇറിറ്റേഷൻ ഒക്കെ വരും. പക്ഷെ ഇതിലെങ്ങനെ ബ്ലഡിന്റെ അംശം നമുക്ക് അങ്ങനെ അറിയാൻ പറ്റത്തില്ല അധികം. അതുകൊണ്ട് ഇത് നല്ല യൂസാണ്. ഇവിടെ ഒരു ടൊയിനൊക്കെ ഉണ്ട്. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ഈ ഒരു കോട്ടിങ് മാറും. ഇത് കറക്റ്റ് കോട്ടൺ. ഇതിൽ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഓറഞ്ച് കളറിന് ഹെവി ഫ്ലോ, പിന്നെ ബ്ലൂ കളർ മീഡിയം, ആ ഒരു പിങ്ക് കളറില് ലൈറ്റ് ഫ്ലോ, അങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ കൊണ്ടാണ് തോന്നുന്നത് എനിക്ക് ഇതിന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ മേടിച്ചേക്കുന്ന ഈ ന്യൂവയുടെ പാൻറ്റി ലൈനേഴ്സ് ആണ്. പാൻറ്റി ലൈനേഴ്സിന്റെ കാര്യം മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വൈറ്റ് ഡിസ്ചാർജ്, പിന്നെ നമ്മൾ എ സിയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അതല്ലെങ്കിൽ നമ്മൾ വാഷ്റൂമിൽ പോയിട്ട് അവിടെ വെറ്റായിട്ടിരിക്കുന്നുണ്ടെങ്കിലൊക്കെ
അല്ലെങ്കിൽ നമ്മുടെ നിക്കറിൽ ഓട്ട വീഴാണ്ടിരിക്കണമെങ്കിലൊക്കെ പാൻറ് ലൈനേഴ്സ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കാം. ഇത്രയുള്ള സംഭവം. ഇത് ഭയങ്കര തിന്നാണ്. അത് മാത്രമല്ല, ഇപ്പൊ ആവും നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ പാൻറ്റീസിലാവണ്ട എന്നുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. ഇത് അറിയാവുന്ന കുറച്ച് പേര് കാണും, എന്നാൽ അറിയാത്ത കുറച്ചധികം പേരും കാണും. എനിക്കിതിനെപ്പറ്റി അങ്ങനെ ഒരുപാട് ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉപയോഗിക്കണമെന്ന് വിചാരിച്ചിട്ടും അത് വേണ്ട, പിന്നെ മാറ്റി. പക്ഷെ ഞാൻ ഉപയോഗിച്ചു, ഞാൻ യൂസ് ആക്കി. അടിപൊളി സാധനമാണ് ഗൈസ്. മേടിച്ച് ഉപയോഗിച്ചിട്ട് റിവ്യൂ പറയും. പിന്നെ എൻ്റെ സ്വന്തം പൈസ കൊണ്ട് ചുള കൊടുത്ത് മേടിച്ച സാധനങ്ങളാണ്, അല്ലെങ്കിൽ പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.